നമ്മളാറും ഐക്യക്ക് പോവാ. എവിടെ പോന്ന്? ഐക്യയില് പോയിട്ട് ആടുന്ന് വെടിക്കെട്ടെല്ലാം നോക്കിയിട്ടായിട്ട് നമ്മളെന്തെങ്കിലും വേണ്ട പർച്ചേസ് എല്ലാം ആക്കിയിട്ട് വരാലോ. അപ്പൊ എടുക്കട്ടെ. നമ്മ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് എത്തി. ഇവിടെ മോളും അത് ഓതാ കാണുന്നതാണ് ഐക്യ. അപ്പൊ ഉമ്മാക്ക് ഇന്ന് ഫസ്റ്റ് ഐക്യക്കാണ് പോവാനുള്ളത്. അപ്പൊ അങ്ങനെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്ത് ഉമ്മാവും ഞാനും നടക്കാൻ തുടങ്ങി. ഉമ്മാക്ക് ഐക്യൊക്കെ വന്നിട്ട് ഐക്യക്കല്ല പറഞ്ഞത് നാട്ടിൽ നിന്ന് വന്നിട്ട് എത്ര രസമായി വരാകില്ല. ഫസ്റ്റ് ഐക്യക്ക് പോവാ. ഐക്യയില് പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടാന്ന് നോക്കിയെങ്കിലേ ഒരു സമാധാനം കിട്ടും. അത് കിട്ടില്ല. പിന്നെ അത് കിട്ടുന്നത് നല്ല സബർമ തിന്നാനും പാകുണ്ട്. പിന്നെ ഇതുണ്ട്, അതെല്ലാം നല്ല രസമുണ്ട്. തിന്നതാണെങ്കിൽ നല്ല പാകുണ്ട്. കഴിക്കാന്നാണ് ഇതന്നെ നല്ല ഇതുണ്ട്. അത് ഇവിടെ ഇതിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഫെസ്റ്റിവൽ സിറ്റിയിൽ ഐക്യയില്. ഫെസ്റ്റിവൽ സിറ്റിയിൽ തന്നെ നമുക്ക് വലിയ ഐക്യയിലുള്ളത്. പിന്നെ ജബലലിക്ക് പോകണം. ഹലോ ഉമ്മ അങ്ങനെ എല്ലാം നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് കണ്ട, ക്രിസ്മസ് ആയതുകൊണ്ട് ഡെക്കറേഷന് നമ്മ ഐക്യൊക്കെ എത്തി. ഇനി ഉമ്മ ഇന്ന് എന്തെല്ലാം എത്ര സമയം ഇവിടെ എന്തെല്ലാം ആക്കാനുണ്ട് എന്ന് നോക്കാം. ഞാനൊന്ന് ഡെക്കറേഷൻ കാണിച്ചു തരാം കേട്ടോ. ഉമ്മ ശരിക്കും ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട. അങ്ങനെ നമ്മ കൊറേ മോളിലേക്കൊന്നും പോയിട്ട. മോളിലേക്ക് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ പോകുന്നത് വലിയ ഇഷ്ടമല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോകുന്ന ഒരു സ്ഥലം. ഇത് കണ്ട ക്രിസ്മസിന്റെ ഫോട്ടോ എടുക്കുന്നെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ ഒരു കുട്ടികൾക്ക് ഫ്രീക്ക് കളിക്കാൻ എല്ലാം ഉണ്ട്. ലിഫ്റ്റിന്റെ അടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട്. അങ്ങനെ ഉള്ളിലെത്തി ഉമ്മാനെ ആനനെ കരിങ്കാട്ടിൽ ഇറക്കിയ പോലെയായി. എന്താ വേണ്ടേന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ബൗളുമ്പോ മേങ്ങിയില്ലാന്ന് പറഞ്ഞിന് ഇനി മുതല്. അങ്ങനെ ഉമ്മ നടന്നോണ്ട് നോക്കുന്നുണ്ട്. ജഗ് 49. ഓൾ ടൈം എല്ലാവരുടെ പുരയിലുള്ള ഐക്യൻ്റെ ഒരു സാധനം. മിക്സിംഗ് ബോർഡ് 18 രൂപ. ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ഈ ബോക്സ് അല്ലേ, പിന്നെ 15. പിന്നെ എന്താ ഇത് നല്ല രസമുണ്ട്. ബ്ലാക്ക് കളറിലുള്ളൊരു 8 ദിർഹംസ്. ശരിക്കും പറഞ്ഞെങ്കിലേ എന്തെല്ലാം കാണിക്കണം എന്ന് തന്നെ അറിയുന്നില്ല കേട്ടോ. ഇതെല്ലാവരും വരയിലുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അതാ പാത്രം വെക്കുന്ന 49. അല്ല അത് 49 ഇതിൻ്റെ പ്രൈസ്. 49 തന്നെ. ഡിഷ് റാക്ക് 49. അല്ലേ വൈറ്റ് ഡ്രസ്സുണ്ട്, ഗ്രീൻ ഡ്രസ്സുണ്ട്. ഇതവിടെ ബ്ലാക്ക്. അപ്പോൾ വെക്കൂ എടുത്തോ. 19. കുഞ്ഞോളെ ഒരു ലോകം. ആ 20 ഇപ്പം കിട്ടണം. അങ്ങനെ ഒരു ചായ ചട്ടി എടുത്ത് ഇത് രണ്ട് കളർ തന്നെ അല്ലേ? 2 കളർ തന്നെ.
5 5 എടുത്ത് ഒന്നിന് 5 രൂപ. ഇതേത് അത് എല്ലാം സെയിം തന്നെ. ഒരേ കളർ തന്നെയാ? ആ കളർ ഈ കളറൊന്നും മാറിയിട്ടെടുക്കുന്നതെന്ന് മാറിയിട്ട് ആ കളറുള്ളത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വെറും ഒരു ചായ ചട്ടിയും കുറച്ച് ഡോർ മാറ്റും എടുക്കാൻ വേണ്ടിയിട്ട് വന്നു ഉമ്മ. നമുക്ക് നോക്കാം എന്തെല്ലാം എത്ര ബില്ലായി എന്നുള്ളതാവോ. നമ്മൾ ഇവിടെ വന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ സ്വീഡിഷ് കഫേ എന്നാണ് വാങ്ങിക്കൽ. അപ്പം നമ്മൾ വാങ്ങിച്ച 2 സാലഡും ഇവിടെ റെഡി. അല്ല ഇതാടെ ഇരിക്ക. ഉമ്മ പേടി നോക്കാൻ വന്നിട്ട് താഴ്ന്നിട്ടിരിക്കുന്നുണ്ട്. നടന്നില്ല. ഐക്യയിൽ പോയി. മുന്നത്തെ ഐക്യല്ലേ ഇപ്പൊ ഇപ്പൊ മുന്നത്തെ ഐക്യല്ല. മുന്നത്തെ സാധനമില്ല. അതന്നെ ഇത് ക്രിസ്മസിന്റെ ഒരു വൈബ്. ഇതാണ് ഫെസ്റ്റിവൽ സിറ്റിന്റെ സ്ക്രീന്. ശരിക്കും പറഞ്ഞാലല്ലേ ഈ ഒരു ക്രിസ്മസ് വൈബ് മാത്രമല്ല, ഒരു ക്രിസ്മസ് കുഞ്ഞു മാർക്കറ്റും കൂടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഈ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉള്ളത്. പിന്നെ ഇവിടെ കുറേ സ്റ്റാൾസും അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടാവും. നമ്മൾ നടന്നിട്ട് പോകുമ്പോൾ നല്ല രസമുണ്ട്. സാന്റാക്ലോസായിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതും കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റാൾസും അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന പോലത്തെ ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. ഡ്രോയിങ്, പെയിൻറ്റിങ്, ഫേസ് പെയിൻറ്റിങ്, പിന്നെ ഹെന്ന വെക്കുന്നുണ്ട്. ദുബായിൽ ഇനി എന്ത് ഫെസ്റ്റിവൽ എന്നാലും ഹെന്ന ഇല്ലാത്തില്ലല്ലോ. നമ്മൾ ബെഡ്കെട്ട് തുടങ്ങി കഴിഞ്ഞെങ്കിൽ ഈൻ്റെ തന്നെ ഈ സൗണ്ടിലില്ല, വേറെ ഒന്നും നമുക്ക് കേൾക്കില്ലാവോ. പിന്നെ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ വെടിക്കെട്ടിൻ്റെ ഒപ്പം തന്നെ വാട്ടർ ഷോ ഉണ്ടായിന്. ഒരു ലേസറായിട്ട് ലൈറ്റ് ഷോ എന്ന് പറയാൻ, ഡ്രോൺ ഷോ എന്നല്ല, വാട്ടർ ലൈറ്റിലേക്കായിട്ട് ലേസർ ലൈറ്റ് വന്നിട്ടുള്ള ഷൂസ് ഉണ്ടായിന്. ഇപ്പോൾ ദുബൈയിലുണ്ട് ആൾക്കാർ ഇത് മിസ്സാക്കണ്ട. അടിപൊളി ഷൂ ആണ്, ഫ്രീ ഷൂ അല്ലേ. 9-9:15 ഇടയിലാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. 9:15 ആണ്. അപ്പോൾ നിങ്ങൾ വേഗം ഒന്ന് റീച്ച് ആയാലും നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റും. കലാശം സ്റ്റാർട്ട് ചെയ്തിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും നല്ല തിരക്കുണ്ടായിന്. എന്നാലും സാരമില്ല, വോത്താണ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങും എന്തു പറയുന്നത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്.